എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മേഘാലയ സിക്കിം യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലാണ്. നമ്മുടെ വെക്കേഷനിലെ ഫാമിലി ട്രിപ്പാണിത്. കഴിഞ്ഞ വെക്കേഷനിൽ നമ്മൾ കാരവാനും കൊണ്ടാണ് പോയത്. ഇപ്രാവശ്യം നമ്മുടെ 66-നെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. 66 എന്ത് യാത്രയല്ലേ. രാത്രി ഞങ്ങൾ കണ്ടിന്യൂസ് ഓടി പോരുമായിരുന്നു. അപ്പോൾ ഇതൊരു ട്രെക്ക് ലേബയ്യാണ്. വെളുപ്പിനെ ഞങ്ങൾ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ട് 2 മണിക്കൂർ കിടന്ന് ഉറങ്ങി. അല്ല, ഇവിടെ ക്ലീൻ ചെയ്യാൻ ആളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വാഷ്റൂമും ഈ പരിസരമൊക്കെ നല്ല ക്ലീനാണ്. ആന്ധ്രയിലെല്ലാം വാഷ്റൂമുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആന്ധ്രയിലും തെലങ്കാനയിലും അവിടെ ആളും ഉണ്ട് നോക്കാൻ. അതുകൊണ്ടെല്ലാം നല്ല വലിയ പ്രശ്നമില്ല. പുത്തൻ ട്രാവലറിന്റെ സിക്കിം മേഘാലയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡാമി വരുന്നതിന് മുമ്പ് ഞാൻ പോയി കല്ല് കുത്തട്ടെ. ഡാമിക്കുട്ടി രാവിലെ പല്ല് തേക്കാൻ ഇറങ്ങിയപ്പോ എന്നോട് എന്താ പറയേ, അമ്മ ചേച്ചിട്ടി ഇരുന്നേക്കുമ്പോ ഞാൻ കല്ല് കുത്താന്ന്. ശരി, ചേട്ടത്തി എനിക്കും കൊള്ളാം. കണ്ടിട്ടില്ല. പിന്നെ ഈ വണ്ടികളെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇതുപോലെ നിർത്തിയേക്കുന്നേ. അതെ, ഇവിടെ വാഷ്റൂം സൗകര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ വണ്ടികളും കൊണ്ട് നിർത്തിയേക്കുന്ന അല്ലേ, ഫ്രഷ് ആകാനൊക്കെ ആയിട്ടേ. ആ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ബാക്ക് വശത്ത് ഒരു പൈപ്പ് ഉണ്ട് ഡ്രൈവർമാർക്ക് കുളിക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് അവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ചുമ്മാ ഒരു പല തട്ട് പോലെ ഉണ്ടാക്കിയിട്ടേക്കുന്നുണ്ടോ. 2 ചെറിയ വാഗമരവും നിൽപ്പുണ്ട്. അവിടെ ചെറിയ തണലും ഉണ്ട്. അയ്യോ, ഒരുങ്ങിയില്ല, അതിനു മുമ്പ് വീഡിയോ എടുക്കരുതേ. അയ്യോ, ഇതന്നെ നീ യൂണിഫോം ഇട്ടേക്കുന്നേ. +2 യൂണിഫോം ആണെന്നാ തോന്നുന്നു കേട്ടോ. യൂണിഫോം ഒന്നല്ല, +2 ഇതല്ല, ചെക്കായിരുന്നു. എടാ തേടാ മുഖത്തെല്ലാം ഇതിരിക്കുന്നു. മേക്കപ്പ് ചെയ്തിട്ട് അത് ശരിക്കും പോയില്ല. കട്ടിക്കിരിക്കുക ഫൗണ്ടേഷൻ ഇട്ടത്. ഫൗണ്ടേഷൻ ഒന്നും എടുത്തില്ല, ഇത് തന്നെ വാർക്കയോ. അതാ ചോദിച്ചത്. അപ്പോഴേ നമുക്ക് പോയേക്കാന്നാ. കുറച്ച് സമയം പോയേ ഇവിടെ. ഓടി എത്തണ്ടേ അങ്ങോട്ട്. ഏത് വണ്ടി എടുക്കുന്നേ? ഞാൻ ഇന്നലെ ഫുള്ള് കാരവാനിലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ ലോറിയില്ല. ആണോ? ഞാൻ കുറച്ച് സമയമായി ലോറിയെ കയറിയിട്ട് കുറച്ച് നാളായല്ലോ അല്ലേ. കുഞ്ഞിക്കിളിയ കാരവാനിലാണോ? എല്ലാവർക്കും ലോറിയെ പോയാൽ മതിയല്ലോ. അതെ, ഡാമി അവിടെ അടിയുണ്ടാക്കുന്നുണ്ട്. ഡാമി മിക്കവാറും ഇങ്ങോട്ട് വരും കേട്ടോ. അച്ഛമ്മ ഓർമ്മ പുതുക്കാൻ പോവാ. മേഘാലയൊക്കെ ഒന്ന് പോയത്, അത് കഴിഞ്ഞ് അവിടുന്ന് പോയില്ലേ. ഞാൻ നമ്മുടെ കാരവണ്ടിയും കൊണ്ട് പറയാ വരാം. ആയിക്കോട്ടെ. കൊൽക്കത്ത 691 കിലോമീറ്റർ. അത് ഇന്നലെ ഒന്നും ഓടിച്ചില്ല 66-ലെ. ഇല്ല, ഇന്നലെ ഒന്നും ഓടിച്ചില്ല. ഫുൾ കാരവൻ ആയിരുന്നു. ഫുൾ കാരവൻ ലൈഫിൽ നിന്ന് ഞാൻ ഇന്നാണ് ട്രക്ക് ലൈഫിലേക്ക് കയറുന്നത്. അതെ, ഇവിടെ എല്ലാം ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴയും കാറ്റുമായിരുന്നു. വരുന്ന വഴിക്കൊക്കെ മരമൊക്കെ ഒടിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ചൂടിന് ചെറിയൊരു ആശ്വാസം. കോട്ട പരസംബ വെറൈറ്റി സ്ഥലപ്പേരുകളാ. ഇന്നലെ ദേവികാപുരം ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ സ്ഥലം അടുത്ത പലാസ ഉണ്ട്. ഇവിടെ അടുത്ത പലാസ. പിന്നെ ഇന്നലെ രാത്രി തുണി ഉണ്ടായിരുന്നു. തുണി സ്ഥലപ്പേര് അമ്മ ചിരിക്കുന്നത്. ചുമ്മാ പറഞ്ഞല്ല. ദേവികാപുരം. ഇത്ര ആടാന്ന് നോക്കി ഉണ്ടേ. മാമ അവരെല്ലാം തീറ്റാൻ വിട്ടേക്കാ. അത് സ്പ്രിംഗ് ബെഡാ, ഇത് സാധാ ബെഡാ. അതാ ആ ബെഡ് മാറണം. അതിനാ ആ അളവിന് പറഞ്ഞുണ്ടാക്കണം. അങ്ങനെ ലോറി കിടക്കുമ്പോ കുഴപ്പമില്ലല്ലോ. ലോറിയിലെ ബെഡ് ചുമ്മാ തെർമോക്കോളും ചെറിയ ഫോമും ഇട്ട് ഉണ്ടാക്കിയേക്കുന്ന. പക്ഷെ ഇത് നല്ലതാ. ഇപ്രാവശ്യമേ നമ്മുടെ മേഘാലയയിലെ ചെറിയ വീടുകളും ഗ്രാമങ്ങളൊക്കെ കണ്ടേ. പുല്ലുവാഞ്ഞൊക്കെ ഇവിടെ ഇപ്പൊ ഈ കുറെയൊക്കെ ഷീറ്റ് ഇടാൻ തുടങ്ങി. ഷീറ്റ് സർക്കാർ കൊടുക്കുന്നുണ്ട്. ഈ ടിൻ ഷീറ്റ് ഇല്ലേ. ഐസ് ക്യൂബ് ഐസ് ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് ഇത് കൊണ്ട് പൊട്ടിച്ച് മീനിനകത്തും അങ്ങനെ ഓരോ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിട്ടുള്ള. ഇത് ഐസ് ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടല്ലോ, അവിടുന്ന് കൊണ്ടുപോകുന്ന. എന്നിട്ട് ഇത് പൊട്ടിച്ചെടുക്കും. മീനിടാൻ തന്നെ ആയിരിക്കല്ല. കുൽഫിയൊക്കെ ഉണ്ടാക്കാൻ നേരത്തെ അതിന്റെ അകത്ത് ഇങ്ങനെ ഇടുന്ന ചെത്തി അതാ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് വേണമല്ലോ. അതിന് വേണ്ടിട്ടാ. പാലാവലസ. സ്ഥലപ്പേരാ. ആർക്കും രാവിലെ വിശക്കുന്നുണ്ട്. അതാ മിണ്ടിയില്ല താമൈ. സൂര്യ ആട് കൃഷി. മരത്തെ 2 ആ നെറ്റിനകത്തേക്ക് വീണ അതാ തൂങ്ങി കിടക്കുന്നത് സൈഡിലേക്ക്. എല്ലാം ബംഗാൾ വണ്ടികളാ, ടൂറിസ്റ്റ് ബസ്സുകളാ.
ബംഗാളിലെ ടൂറിസ്റ്റ് ബസ്സുകളല്ല ഒരു വ്യത്യസ്തമായ ഡിസൈന്. അവിടെ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഏത്തപ്പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതാണ്. ഏത്തപ്പഴം 2-3 ദിവസമായില്ലേ കൊണ്ടുവന്നിട്ട്, അതുകൊണ്ട് നല്ലപോലെ പഴുത്തു. ബാലരാമപുരം എന്നും വേണേ വായിക്കാം. നമ്മൾ ഒഡീഷ കയറിയോ? ഇല്ല. പക്ഷെ ഇപ്പൊ അവിടെ എഴുതി വെച്ചേക്കുന്ന ഇത് എന്നാന്നറിയോ, ഇത് സൈഡ് ഒഡീഷ വരുന്നുണ്ട് കുറച്ച്. ജെല്ലി ഫിഷിന്റെ ഷേപ്പിലുള്ള ലാംഗ്വേജ് ഉണ്ട്, അതാണ് ഒഡീഷയുടെ ഒഡീസി റൈറ്റിംഗ്. ഇറോ പോലെ ഇങ്ങനെ ഇവിടെ ഒരു ശകല ഇവിടെ ഒഡീഷയുടെ തുമ്പ ഇങ്ങനെ കയറി കിടപ്പുണ്ട്, ഇങ്ങനെ കയറി കിടക്കുന്നത്. അതുകൊണ്ടാ ഒഡീസി എഴുതി വെച്ചിരുന്നേ. ഒഡീഷ ഇപ്പൊ കേറും, അതൊരു 10 മിനിറ്റ്. എന്നാ പിന്നെ ആന്ധ്രയിൽ നിന്ന് നമ്മള് കാപ്പി ഉണ്ടാക്കിയിട്ട് ഒഡീഷ ചെന്ന് കഴിക്കാം. കയറുന്നിടത്ത് തന്നെ അവിടെ ഒതുക്കാൻ സ്ഥലമുണ്ട്, അവിടെ ഒതുക്കാം. സവരാദേവിപ്പേട്ട, അതാ ഒഡീസി എഴുതിയേക്കുന്നത്. ഒഡീസി കണ്ടു കഴിഞ്ഞാലേ ഇറു കമത്തി വെച്ചേക്കുന്ന പോലെ. എനിക്കത് ജെല്ലി ഫിഷ് പോലെ തോന്നുന്നു. അയ്യാവരിപ്പേട്ട. പേട്ട മാത്രമൊന്നുമല്ല, അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇനിയും ഗുഡായും അങ്ങനെ കുറെ ഇതുണ്ട്. ആന്ധ്രയിൽ പിന്നെ ഇപ്പം ബോർഡർ ചെക്ക് പോസ്റ്റിൽ ആന്ധ്രയിലും ഒഡീഷയിലും ബോർഡർ ആയിട്ട് ചെക്ക് പോസ്റ്റുകളൊന്നുമില്ല. നമ്മൾ ഇച്ഛാപുരമായി, ഇതാ ബോർഡർ, ആന്ധ്രയിലെ സ്ഥലം ഇത്. ഇതെന്ത് പറ്റി, ഹൈവേ അടച്ചു വെച്ചേക്കാണല്ലോ, പാലം വല്ല മെയിൻ്റെനൻസും ആയിരിക്കും. ലെഫ്റ്റ് ഇച്ചാപുരം ടൗൺ അല്ലേ? അതിലെ ടൗണിലേക്ക് പോവാം. ഇച്ചാപുരം ചെറിയൊരു സ്ഥലമാണ്. ഇച്ചാപുരം എന്നാന്ന് വെച്ചാൽ പണ്ടൊക്കെ, അതായത് ഈ കൽക്കട്ടയിൽ നിന്നൊക്കെ അവിടുന്ന് നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെ വരുന്ന ലോഡുകൾ ഇച്ചാപുരം വരെ അവിടെയുള്ള വണ്ടികൾ വരുള്ളൂ. എന്നിട്ട് ഇച്ചാപുരത്ത് വന്നിട്ട് ഇപ്പം നമ്മുടെ അങ്ങോട്ടൊക്കെ സൗത്തിലേക്കൊക്കെ വരേണ്ടതാണെങ്കിലേ ഇവിടുന്ന് അങ്ങോട്ട് ഓടുന്ന വണ്ടികൾ മാറ്റിക്കയറ്റും ക്രോസ് ചെയ്ത്. അങ്ങനെ ഒരു മെയിൻ സ്ഥലമായിരുന്നു ഈ ഇച്ചാപുരം. ഇപ്പൊ പിന്നെ അങ്ങനൊന്നുമില്ല. എന്നാ വെച്ചാൽ അന്നൊന്നും ഇങ്ങോട്ടുള്ള വണ്ടികൾ അവിടെ നിന്നുള്ള വണ്ടി ഇത്രയും ലോങ് ഇങ്ങോട്ട് വരികയല്ല. അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ എല്ലാം പ്രശ്നങ്ങളായിരുന്നു വഴിയിലൊക്കെ. വഴിയിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. എന്നാന്ന് വെച്ചാൽ കള്ളന്മാര്, കൊള്ളക്കാര്, വഴിയിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭയങ്കര പിരിവ്, ആർടിഒ, പോലീസ്, വേറെ സ്റ്റേറ്റിലെ വണ്ടികൾ കാണുമ്പോഴേ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സ്ഥിരം പോകാത്ത വണ്ടികളൊന്നും ആ റൂട്ടിൽ വരത്തില്ലായിരുന്നു. ഇപ്പൊ പിന്നെ അതൊന്നുമില്ല. ഇപ്പൊ എല്ലായിടത്തൂടെയും മിക്കവാറും വണ്ടികളൊക്കെ പോകുന്നുണ്ട്. കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ നദിക്കപ്പുറം അക്കരെ ഒഡീഷയാണ്. ശരിക്കും ഇപ്പം നമ്മൾ പോകുന്ന ഒഡീഷക്കൂടെ ആണ്, പക്ഷേ ശകലവും കൂടെ ആന്ധ്ര ടച്ചാവും. ഇതുണ്ടോ, ഈ ഒഡീഷയിലെ ഡീസലിനും വിലക്കുറവുണ്ട്. ആന്ധ്രയിൽ ഇന്നലെ നമ്മൾ 97 രൂപയ്ക്കല്ലേ അടിച്ചേ, ഇവിടെ 93 94 തോന്നുന്നു. അതുകൊണ്ട് ഈ ബോർഡറിൽ ഈ പമ്പുകളെല്ലാം. ഇനി ഇടയ്ക്ക് കുറച്ചുകൂടെ ആന്ധ്ര വരും, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒഡീഷയിലേക്ക് കയറും. അതെ, ഇതെല്ലാം പുതിയ പമ്പുകൾ വന്നാ. അതുകൊണ്ട് ബോർഡറിൽ ഈ പമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഒഡീഷയിലെ. ഈ കച്ചവടം മൊത്തം ഒഡീഷയിലെ സർക്കാരിന് കിട്ടും, ആ ടാക്സ് മൊത്തം. അപ്പൊ ആന്ധ്ര വില കൂടുതലാണെന്ന് അറിയാവുന്നതുകൊണ്ട് എല്ലാ വണ്ടികളും അതിന് മുമ്പ് തന്നെ ഫുള്ളാക്കിക്കൊണ്ട് വരും. ഒരു നിവൃത്തിയില്ലല്ലേ ആന്ധ്രയിൽ നിന്ന് ഡീസൽ അടിക്കുള്ളൂ. ശരിക്കുമേ ബിസിനസ് പരമായിട്ട് ചിന്തിച്ചാൽ വില കുറച്ച് കൊടുക്കുന്നത്, അപ്പം കൂടുതൽ ഓളിയം ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പം ടാക്സ് കൂടുതൽ കിട്ടിയിട്ട് കാര്യമില്ല, വില കൂടുതൽ കിട്ടിയിട്ട് കാര്യമില്ല, കച്ചവടം കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. അതങ്ങനെ ഇവരൊന്നും ചിന്തിക്കുന്നില്ല. ഇപ്പൊ കേരളത്തിൽ ഡീസലിന് വില കൂടുതൽ, മാഗിൽ എത്ര 84 സംതിങ്ങേ ഉള്ളൂ, കേരളത്തിൽ 94 95, 10 രൂപയുടെ വ്യത്യാസം. അപ്പൊ മാഗി നടക്കുന്ന കച്ചവടം എന്താ? അതിലെ വന്ന വണ്ടി എല്ലാം മാഗിന്ന് ഫുള്ളായിക്കൊണ്ട് പോകും. മണ്ടി പണ്ടത്തെ ആർടിഒ ചെക്ക് പോസ്റ്റ് ആയിരുന്നു ഇത്, ആ ഷെഡ്. അപ്പൊ അതെല്ലാം ഇപ്പൊ നിർത്തിയല്ലോ. അപ്പൊ നമ്മളെ ഒഡീഷ കയറി, ഇവിടെ ഒതുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കഴിച്ചിട്ട് പോകാം. പഠിച്ച വീതിയാണ് ഗിരിസോള. അടുത്ത് ഒരു സ്ഥലത്ത് നമുക്ക് ഒന്ന് ഫ്രഷ് ആകാനും വെള്ളം നിറയ്ക്കാനും ഒക്കെ സൗകര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇടത്താവളം ഉണ്ട്. അപ്പൊ അവിടെ ഉച്ചക്കത്തെ ഫുഡും അവിടെ. അപ്പൊ അതുകൊണ്ട് അധികം കഴിക്കണ്ട, ചെറുതായിട്ട് കഴിച്ചാൽ മതി. അല്ല, പിന്നെ അവിടെ ചെന്ന് കുളിക്കാനുള്ള സമയം ഉണ്ടല്ലോ, കുളിച്ചൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ആയിക്കോട്ടെ. അപ്പൊ ഇന്നത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഏത്തപ്പഴം പുഴുങ്ങിയതും മുട്ട ചായ. സൂര്യക്ക് കൂട്ടുക ദാമിക്കുട്ടി ഉണ്ട് കേട്ടോ. അതെ, വഴിയൊക്കെ പറഞ്ഞുതരും, ബാക്കിയൊക്കെ കേട്ടെ. ഒഡീഷയിലേക്ക് കയറുമ്പോൾ തന്നെ ഹനുമാൻ സ്വാമിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട് ഇവിടെ. അപ്പൊ സൂര്യ, നമ്മളിത് ഒഡീഷയിലേക്ക് കയറാൻ പോവാ. വെൽക്കം ടു ഒഡീഷ. അങ്ങനെ ഒരു സംസ്ഥാനം കൂടെ കയറി. അതെ, അപ്പൊ ഇനി നമ്മൾ ഒഡീഷയിലൂടെ.
കല്യാണ മാലപ്പടക്കം ഒരാള് കത്തിച്ച് വലിച്ചോണ്ട് വരുന്ന കണ്ടോ? ആ കൊള്ളാലോ. ആ മാലപ്പടക്കോ? ആ ഇവിടെ ഒരു ബീച്ചുണ്ട്, ഗോപാൽപൂർ ബീച്ച്. നമ്മളൊന്ന് പോയത് അവിടെ. സൂര്യ നോർത്തിലോട്ട് ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിൽ കൂടെയും പോയിട്ടുണ്ട്, പക്ഷെ നോർത്ത് ഈസ്റ്റിലേക്ക് അധികം വന്നിട്ടില്ല. അല്ല, ആന്ധ്ര വരെ വന്നിട്ടുള്ളായിരുന്നു, ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലായിരുന്നു. രണ്ടാ ഞാൻ ആദ്യം ഓർത്ത് രാധേന്നാണ്. ഞാനും അതെ. വീട്ടിൽ പാവയുണ്ടല്ലോ. വീട്ടിലെ പാവയുടെ കണ്ണ് വലുതാന്നോ? അല്ല, ആ കുഞ്ഞു കൊച്ചന്റെ അമ്മയില്ല, അതുകൊണ്ട് ആ പാവ അങ്ങനെ കുഞ്ഞു കൊച്ചിന്റെ അമ്മ ഇല്ലാത്തോണ്ടെന്ന്. ആ ഇല്ലാത്തോണ്ട് ഈ കൊച്ചിന് അമ്മ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ അതെ. അല്ല, അമ്മയുണ്ട്. അമ്മയില്ല, ആ പാവയുടെ അമ്മയില്ലെന്നോ? ആ അതുകൊണ്ട് അത് മേടിച്ചേട്ടാ. ആ അത് ശരി. ഈ കൊച്ചിന് ഇവിടെ അമ്മയുണ്ട്, ചേച്ചോട്ടിയുണ്ട്. അല്ല, അമ്മ അല്ല, പാവയുടെ അമ്മയില്ല. ഓ പാവയുടെ അമ്മയില്ല. അതുകൊണ്ട് മേടിച്ചേ. ആ നോക്കട്ടെ, അടുത്ത പാവ കാണുന്നിടത്ത കേട്ടോ. ആ കൊനീസി ഗാവ്. പോലീസിന്റെ ബാരിക്കേഡ് തട്ടിക്കളഞ്ഞിട്ടുണ്ട്, ഇവിടെ പിടിച്ച് നിർത്തും കേട്ടോ. ഇല്ല, ഞാൻ നോക്കിയായിരുന്നു. നേരത്തെ പേടിയായിരുന്നു. അതെന്തിനാ വെച്ചേക്കുന്നേ? ഏത്? അത് ആ അത് വെച്ചേക്കുന്നേ വണ്ടിക്കാര് സ്പീഡിൽ പോവാതിരിക്കാൻ വേണ്ടിട്ടാ വെച്ചേക്കുന്നേ. നമ്മുടെ മേഘാലയ സിക്കിം യാത്രയിൽ നമ്മൾ കേരളവും തമിഴ്നാടും ആന്ധ്രാപ്രദേശും ഒക്കെ ഓടിത്തീർന്ന് ഇപ്പോൾ ഒറീസയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവനെ അവിടെ നിർത്ത്. അവന്റെ 2 ലോറിയുടെ ഇടയിൽ കൂടെ വന്നിട്ട് ഇവിടെ നമ്മളെന്തിനാ അങ്ങോട്ടിരുന്നു? ഗ്ലാസ് ആത്തേ സൂര്യ. അവിടെ 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 इंडिकेटर है तुम्हारा साइड कौन सा है? तुम्हारा साइड सर्विस रोड में जाने पड़ेगा. हाँ इंडिकेटर है तुम्हारा साइड कौन सा है? वो साइड है. हाँ क्या आपको क्या दिखाने के लिए? लाइसेंस तो तू कौन है? लाइसेंस पूछने के लिए. आप कौन है? पुलिस है? हाँ पुलिस है? हाँ. क्या मैं दिखा दूं? तुम्हारे कार्ड दिखाओ, कार्ड दिखाओ. नहीं पूरा देखो. അല്ല അവൻ ലൈസൻസ് കാണിക്കാനെന്ന് പറഞ്ഞാൽ അവൻ ആരാന്ന് കേട്ടില്ലേ? मेरा एड्रेस भी लगाओ. मेरा एड्रेस भी दिखाओ. नहीं मेरा एड्रेस भी दिखाओ. ആ നില്ലെന്നേ വേണ്ടെന്നേ. മറ്റേ പോലീസിനെ വിളിക്കട്ടെ, പോലീസ് വരട്ടെ. आप पुलिस को बताओ, बुलाओ. मैं इधर रुकूंगा, पुलिस का बुलाओ. रुकूंगा. नहीं जाऊंगा, इधर रुकूंगा. ആ അവിടെ ആ പോലീസിനെ വിളിക്കട്ടെ. ഉടനെ പിടിച്ചിട്ട് കാലം അവൻ റോങ് സൈഡ് നിന്ന് അവിടെ വേറൊരു വണ്ടി പൊക്കോണ്ടിരിക്കുക. എന്നിട്ട് ഒതുക്കി എന്നിട്ട് ഇവിടെ വേറൊരു വണ്ടി കിടക്കുന്നു. അതിനിടയ്ക്ക് ഈ സൈഡിൽ ഒരു വണ്ടി കിടക്കുന്നു, അപ്പുറ സൈഡിൽ കൂടെ വേറൊരു വണ്ടി വരുന്നു, നമ്മുടെ ലൈനിൽ കൂടെ വരുന്നു. ഓപ്പോസിറ്റ് വന്നേച്ച് അവൻ നമ്മളെ മെക്കിട്ട് കയറാൻ വേണ്ടി വന്നേക്കുന്നു. അല്ല ഒന്ന് ഓർത്ത് നോക്കി, എന്നെ ലോകമാണ്. ഇതാണ് അവസ്ഥ. क्या हो इधर एक गाड़ी खड़ा है, राइट साइड में दूसरा गाड़ी भी आ रहा है. ये गाड़ी अपना लाइन में आ रहा है. ये कौन कहाँ से आया? ऑपोजिट रॉन्ग साइड से आया. तुम दारू भी पिया है? क्या करेगा बोलो. ये दारू भी पिया है. नहीं मारे सामान എടുത്ത് വെച്ചോണേ. बोलो क्या करेगा बोलो. हाँ पुलिस को बुलाओ. बुलाओ ना. हाँ आ जाओ, आओ ना. रॉन्ग साइड जाओ. हाँ तुम रॉन्ग साइड है. देखो ये अरे भाई इधर देखो, यार जाओ. ये रॉन्ग साइड है, ये तुम्हारा साइड उधर, नहीं तो सर्विस रोड. इंडिकेटर है कि नहीं बोलो. इंडिकेटर का बात नहीं है भाई. क्या और छोड़ दीजिए, जो होगा हमारा गाड़ी होगा. हेलो नहीं वो साइड में गाड़ी है, इधर गाड़ी खड़ा है, क्या करेगा आप बताओ. हेलो 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 इधर. हाँ हेलो. अरे तुम रॉन्ग साइड में है, तुम्हारा गलती है. अरे अच्छा हो गया, कुछ नहीं हुआ. वो देखो ये हम पूरा ऑल इंडिया. अरे तुम अरे मेरे को कुछ नहीं होते. क्या होते तुम्हारा जिन देखो. हाँ 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 वही എന്നാലും പറ്റിയായിരുന്നു നമ്മളെ വിടുകയല്ലെന്ന്. നമ്മക്ക് എന്താ സംഭവിക്കാൻ? നമ്മൾ ഇത്ര മോളി വണ്ടിക്കകത്തിരിക്കുന്നത്. അവരവരുടെ സൈഡ് നോക്കി അവരുടെ സൈഡിൽ കൂടെ പോയാൽ പ്രശ്നമില്ല. അപ്പൊ നമ്മൾ വെള്ളം അടിച്ചേച്ച് ചുമ്മാ വന്ന് ഇതാണ് ഉടനെ പിടിച്ചു കെട്ടുന്ന കാലാണ്. ആ
अब ये वो ट्रक में क्या है? है ट्रक में क्या है? ट्रक में माल है क्या माल है? അതെന്തിനാ ഇവരോട് आप कौन है हाँ हाँ ആ കോനെ क्या माल है? हाँ कौन है? नहीं वो आप बिल है अपने पास हाँ बुलाओ ना बुला दिया हाँ बुलाओ किसको बुलाओ जीएसटी वाले को बुलाओ पुलिस को बुलाओ हाँ നമ്മളെന്നെ വല്ല കള്ളക്കടത്താണോ കൊണ്ടിരുന്നത് भाई इधर है गाड़ी खड़ा है समझ गया ना हाँ ये देखो ये अपना चैनल है ये पूरा लेडीज ड्राइवर है ये दोनों ट्रक चलने वाला है अभी तक अपना चैनल भी है ये क्या है रॉन्ग साइड में आके ये गाड़ी इधर खड़ा भाई इधर हमारा रोड है गांव के अंदर रोड है तुम्हारा रोड नहीं है ये पूरा सबका है तुम्हारा खुद का रोड है क्या ये नहीं है सबका रोड है लेकिन तुम्हारा हमारा रोड है ये इसलिए वो पका है डाला है ये तो इंडिया है वो इंडिकेटर दिया है कि नहीं बोलो इंडिकेटर में क्या होता है हाँ? इंडिकेटर क्या क्या होता है अरे तुम्हारा साइड कौन सा वो बताओ कौन सा साइड से गाड़ी चलाना है मेरा काम इधर था नहीं तुम्हारा साइड कौन सा है इधर काम था मेरा मैं इधर जाऊंगा ना वो साइड जाऊंगा तुम बोलो आप ड्राइवर है क्या आप ड्राइवर है इसको थोड़ा समझाओ समझा वो नहीं वो क्या बोलता है इधर से इसको इधर जाना है इधर से जाएगा बोलता है उसका फिर मैं क्या बात करूं और दिया है उसका गलती हो गया है नहीं वो उसको बोला ना उसको नहीं आता है वो लाइसेंस है जीवन नहीं दूर हमारा बड़ो गाड़ी है आपका लाइसेंस है क्या नहीं एपड़ हमें दिया रही दूर एपड़ दिया है जो सब गाड़ी आईडी काम मत ऊपर जो है सेकंड गाड़ी से यू टर्न मारी आउ ना सालो रास्ता से ऊपर जीवो से रोड रे जाई से यू टर्न मारी आया कोता है समय से यू टर्न मारी आया कोता वीडियो दिया तो यू टर्न मारी कोन करियो सरकार तो करती गवर्नमेंट बने की रोड ता सिंदे कोन करियो भूल कार भाई एबे हमें सब बता बाध्य दिले कोन होता बाध्य बड़ गाटा बातिले कोन है एना भूल ना नहीं तमने आसी यूटी तंद कोन जातो हमरो पिलर बडे देला हम कोन करतला बोली तो तमने हमर पिले नहीं सुनो समोसा हमर पिले नहीं हमें पूरे गले माडुडा आइले हमु कोइला का कोइ सेडा का सेडा हलावली माइल पर सेडा का यू टर्न दा अछि आगरे गवर्नमेंट रा भूल अलग है देई लॉन्ग यू टर्न अलग है लॉन्ग यू टर्न ए रोड ता तुम्हें ड्राइवर पर है ई रोड ता जो ये अछि ते जो हमर जी ईडा अछि ता साइड जीवो तुम साइड को कोन जो गाड़ी आयो पूरे रोड रुकियो सुनो एक खड़ा ये रोड ता जीवो तो जल्दी के ना ये रोड ता रे अरे वो ये देखो नहीं वो 30-40 किलोमीटर स्पीड भी नहीं है गाड़ी इतना स्लो में आ रहा है लेकिन वो और राइट साइड में दूसरा गाड़ी भी आ रहा है ये रॉन्ग साइड में है तो क्या करे वो कैमरा है हाँ कैमरा अपने गाड़ी में भी है अब देखो बोल रहे ना आने के लिए कौन नहीं आ रहे स्पीड आ रहे एक कैमरा देखो तुम उसमें चेक करेंगे देखो तुम कहाँ से आए आगे भी कैमरा है साइड में ही है तुम जा അവിടെ പുള്ളിക്ക് ഇപ്പോഴാണ് കാര്യം മനസ്സിലായി മറ്റേ നിന്ന പുള്ളി ഒരു ഡ്രൈവറാണ് പുള്ളി പറഞ്ഞു ഇതിലല്ല നീ പോകണ്ടേ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകണ്ടേന്ന് പറഞ്ഞു പുള്ളി ആദ്യം നമ്മളോട് ഇതിലെ ഇത് ആൾക്കാർക്ക് ഇത് ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് ക്ലാസ് കൊടുത്തിട്ട് വേണം ശരിക്കും ലൈസൻസ് കൊടുക്കാൻ സത്യം പറഞ്ഞാൽ പോലീസുകാരനെ വിളിച്ചു അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു എവിടെ നമ്മളോട് നേരെ പൊക്കോളാൻ പറഞ്ഞു അതായത് പുള്ളിക്ക് നമ്മുടെ ഈ ഇടത്ത് ഇരുന്ന പുള്ളിക്ക് അങ്ങോട്ടാ പോകണ്ടേ അപ്പൊ പുള്ളി എന്നോട് ചോദിക്കുന്നത് ഞാൻ അങ്ങോട്ട് പോകാൻ പിന്നെ ഇതിലേ പോകുന്നതെന്ന് അപ്പം എത്ര വിവരം ഉണ്ടെന്ന് ഓർത്തോനോ അപ്പം ഡ്രൈവർ പറയാ നിനക്ക് അറിയാവുന്ന ആളല്ലേ അതുകൊണ്ടല്ലേ നീ ഇവരുടെ സപ്പോർട്ട് സൈഡ് പറയുന്നതെന്ന് അല്ല ആ ബൈക്കാരൻ ആ മറ്റേ ഡ്രൈവറോട് ചോദിക്കാം ഡ്രൈവർ പറഞ്ഞു ഇവരെ എനിക്കൊന്നും അറിയത്തൊന്നുമില്ല ഒന്ന് അവരൊരു ഫാമിലി അല്ലേ അതുമല്ല നീ ഇതിലേ പോയേ ഇതിലേ ഇവരുടെ സൈഡായത് നിനക്ക് എനിക്ക് അങ്ങോട്ടാ പോകേണ്ടതെന്ന് പറഞ്ഞു അങ്ങോട്ട് പോകണമെങ്കിൽ അപ്പുറം പോയി യൂട്ടാൻ എടുത്ത് അപ്പുറത്തെ ലൈനിൽ കൂടെ കയറി വേണം പോകാനെന്ന് പറഞ്ഞു മനസ്സിലായേ എങ്ങനെയുണ്ട് അന്നേരം അവൻ ലോഡ് എന്നതാ ലൈസൻസ് ഇങ്ങോട്ട് എടുക്ക് മറ്റേതാ മറിച്ച് രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടെന്ന് തോന്നേ എന്താണേലും ഒഡീഷയിലേക്ക് കയറിയത് സൂര്യക്ക് നല്ലൊരു അനുഭവം കിട്ടി അതെ അല്ല അപ്പം ഒരു സ്ത്രീ ആയിട്ട് ഇതാ അനുഭവം അപ്പം ഈ ലോറിയും കൊണ്ട് പോകുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടൊന്ന് ഓർത്ത് നോക്കി സംഭവം മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേനെ പറഞ്ഞുവിടാൻ എന്നാ ധൃതിയാ പൊക്കോ എന്നോടും പറയാ കേറിക്കോ വായി പൊക്കോ എന്ന് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ പുതിയൊരു സ്റ്റേറ്റിലോട്ട് കയറിയ സന്തോഷമായിരുന്നു ആദ്യത്തെ അനുഭവം അതാ ഇതുപോലെ ഓരോ അനുഭവങ്ങൾ അതെ വരുന്നേ പുള്ളി രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടെന്നേ അതാ ആ അപ്പൊ ഈ ഇത് വേറൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്നറിയോ
ഇതെന്തേലും പറ്റി അപ്പൊ ആ ബൈക്കിന്റെ തട്ടോ എന്തേലും ചെയ്തെന്ന് വെച്ചോ, നമ്മുടെ കയ്യിൽ മാത്രമായിരിക്കും തെറ്റ്. ഏതാ അതാ വലിയ വണ്ടിക്കാരുടെ മെത്തഡ് ആ അത്രേ ഉള്ളൂ. അപ്പം ഇനി അത് കേസെടുത്താലും വലിയ വണ്ടിക്കാരെ കുറ്റപ്പെടുത്തി കേസെടുക്കുള്ളൂ. അങ്ങനാണ് ഈ രാജ്യത്തെ നിയമം, അങ്ങനെ തന്നെയാണ്. അതെന്താ വെച്ചാൽ ഇല്ല അവർക്ക് ഇൻഷുറൻസ് കിട്ടുകയില്ല, അതോർത്ത് പോലീസുകാരെന്ത് ചെയ്യും, നമ്മളെ കുറ്റപ്പെടുത്തി തന്നെ കേസെടുക്കും. അപ്പൊ നമ്മളെ കുറ്റപ്പെടുത്തി എടുത്താൽ അതിനൊരു കോടതി വരുമ്പോൾ ഫൈൻ അടച്ചാൽ മതി, നമ്മൾ അലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ചെന്ന്. അപ്പൊ നമ്മൾ അതൊക്കെ ശരിക്കും മാറ്റേണ്ട ഒരു കാര്യമാണ്. ഭുവനേശ്വർ 170, ഛത്രാപൂർ 25. ഇതാ വാൻ കണ്ടോ, പഴയ FC വാൻ. കോ സുഖമായിട്ടിരുന്ന് ഉറങ്ങാണല്ലോ. നല്ല ഉറക്ക. പൈകപ്പട, റൈറ്റിലേക്ക് പോയാൽ പൈകപ്പട. ഇതിന്റെ ഫേക്ക് സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ അവിടെ പൈകയല്ലേ, ഫേക്ക് അല്ല, അത് ഒറിജിനൽ. അമ്മ ആ നിൽക്കുന്ന സാധനമല്ലേ, തഴയല്ലേ അത്, പായ ഉണ്ടാക്കുന്നത്. തഴ പാ നെയ്യുന്നേ. തഴപ്പായെന്ന് കേട്ടിട്ടുണ്ടോ? പേര് കേട്ടിട്ടുണ്ട്, തഴയെന്നൊന്നും കേട്ടില്ല. തഴപ്പായെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പായ കാണിച്ചുതരാം, അത് കണ്ടാൽ മനസ്സിലാവും ഏതാണ്. പായൊക്കെ ഞാൻ കേട്ടു. ആ പായ ഈ തഴ വെച്ചുണ്ടാക്കുന്നത്. ഇതിന്റെ പേര് തഴയെന്നാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഛത്രാപൂർ 6, പുരി 127 കിലോമീറ്റർ. ഇന്റർസെപ്റ്റർ കിടപ്പുണ്ട്, കുറച്ചപ്പുറം ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. എല്ലാരും നീരാടാൻ പോവാൻ തോന്നുന്നു. അപ്പോൾ ഇത് ഫാദർ റോയി. അപ്പോൾ ഇന്നാള് നമ്മുടെ ലോറിയിലൊക്കെ യാത്ര ചെയ്ത അച്ഛൻ കുറച്ച്. അപ്പോൾ നമ്മൾ റോയി അച്ഛൻ്റെ അടുത്തെത്തി, നമ്മുടെ ഇടത്താവളത്തിൽ ഒറീസയിലെ. വന്ന് കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും ഊണ് കഴിക്കാം. ഇവൻ്റെ പേര് മാക്സ് എന്നാ കേട്ടോ, കാഠ്മണ്ഡുവിലെ അവൻ്റെ പേര് മാക്സ് എന്നാ. അതെ, ആ മാക്സ്. അതെ, ഭയങ്കര സൈലന്റാ. നമ്മളൊരു മോശം ഡ്രസ് ഇട്ട് വരുന്ന ആൾക്കാരെ ഇഷ്ടമില്ല. ആണോ? ആ ശരി. ഷാബി ഡ്രസ്സാണ് പുള്ളി പുറകിൽ പോയിട്ട് പിടിവച്ചു. അല്ലെങ്കിൽ ചോറ്, ചിക്കൻ കറി, പിന്നെ നമ്മുടെ ഫേവറേറ്റ് അയല വറുത്തത്, പിന്നെ കോളിഫ്ലവർ തോരൻ, പച്ചപ്പയർ തോരനും സാമ്പാർ. അപ്പം ആകാശം ആദ്യമേ തന്നെ ചോറിനിട്ട് മുന്നേ പോയി. ആ അല്ല, ലോറി പതുക്കെയല്ലേ വരുള്ളൂ. അതെ, അതുകൊണ്ട് സ്പീഡ് ഉണ്ട് 80. ആ അല്ലല്ലോ, ലോറി അതിൽ കൂടുതൽ സ്പീഡിൽ പോകുന്നില്ല പോകാൻ. അമ്മ നേരത്തെ തന്നെ പറഞ്ഞു, അമ്മ പറഞ്ഞു അടുത്ത വർഷം ഇനി കാണാമെന്ന്. അടുത്ത വർഷം കഴിഞ്ഞ വർഷം കണ്ടിട്ട് പോയതാ, 2025. അതെ. ബായ്. എവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നോ? തൃശ്ശൂരാ? 20 വർഷമായിട്ട്. ആ 20 വർഷമായിട്ട് കേരളത്തിൽ ജോലി ചെയ്യുന്ന ആളാ. ഇവിടെ വീട്. പേരെന്നെ? മാത്യു. മലയാളമല്ല നല്ലപോലെ പഠിച്ചല്ലേ? ആ ശരി. എന്ത് ജോലി ചെയ്യുന്നത്? ആ ആശ്രമത്തില്. ആ ആ ശരി. ആ ആ ആ ആ ഓ ശരി. ഫാമിലി അല്ലല്ല, ഞങ്ങള് മേഘാലയ പോവാ. മേഘാലയ കുറേ ദിവസമാകും. ശരി, ഓക്കെ ഓക്കെ. പേരെന്നായിരുന്നു? മാത്യു. ആ ഓക്കെ ശരി. ആ അപ്പോൾ നമ്മൾ റോയി അച്ഛൻ്റെ അവിടെ വന്ന് പിന്നെ നമ്മുടെ വണ്ടിക്കകത്ത് വെള്ളമൊക്കെ നിറച്ചു. നമ്മുടെ വണ്ടിക്കകത്ത് വെള്ളം നിറച്ചു, വയറും നിറച്ചു. കഴിച്ചത് അത് ലാസ്റ്റ് ഐസ്ക്രീം കൂടെ കഴിയുമ്പോഴത്തേന് വയറ് നിറഞ്ഞു. ഇത് ഋഷികുല്യ റിവർ. നമ്മളിപ്പോൾ ഋഷികുല്യ റിവർ ക്രോസ് ചെയ്യാൻ പോവാണ്. ഒഡീഷയിൽ പിന്നെ ഇഷ്ടംപോലെ നദികളും കുളങ്ങളും ഉണ്ട്. അവിടെ നോക്കി ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ചെറിയ നദികളൊന്നുമല്ല, എല്ലാം വലിയ നദികളാണ്. മഴക്കാലത്ത് ഇതെല്ലാം നിറഞ്ഞൊഴുകും. പിന്നെ ഇതൊക്കെ മൂടി ഈ പാലത്തെ മുട്ടി വെള്ളം വരും. ബർക്കുൾ 41 കിലോമീറ്റർ, ഭുവനേശ്വർ 140, കട്ടക് 159, കൊൽക്കത്ത 578 കിലോമീറ്റർ. ഭുവനേശ്വർ ഒഡീഷയുടെ തലസ്ഥാനമാണ്. അതുകൊണ്ട് ഇതെല്ലാം ആന്ധ്രാ വണ്ടികളാണ്. ഈ വെള്ളം വീഴുന്ന ഈ ലോറിയിൽ മീൻ കൊണ്ടുവന്നാണോ? മീനാ. അപ്പൊ ഈ പടുത ഇട്ട് കെട്ടിക്കഴിഞ്ഞാൽ മീൻ ചത്തു. ഈ തെർമോക്കോൾ ബോക്സിനകത്ത് വെള്ളം നിറച്ച് അതിനകത്ത് മീനാ. അതിന് എന്തൊക്കെയോ കറക്റ്റ് എനിക്കറിയത്തില്ല. അത് ലോഡ് ചെയ്യാൻ തന്നെ 2-3 ദിവസം വേണം. വണ്ടി അറക്കപ്പൊടിയൊക്കെ വെച്ചിട്ട് ചൂടാകത്തില്ലാത്ത പോലെയൊക്കെയാ ലോഡ് ചെയ്യുന്നത്. അത് ഈ നോർത്ത് ഈസ്റ്റിലേക്ക് വളർത്തുമീനെ കൊണ്ടുവന്ന വളർത്തുമീനാ ജീവനോടെ. അതാ ഈ ആന്ധ്ര വണ്ടിയാ മൊത്തം നോർത്ത് ഈസ്റ്റിലേക്ക് ഓടുന്നത്. അതല്ല, നമ്മള് നോർത്ത് ഈസ്റ്റിലേക്ക് എന്നാലും ഈ കടൽ മീനെ അവിടെ കിട്ടത്തില്ല, വളർത്തുമീനെ കിട്ടും എല്ലായിടത്തും. അത് വളർത്തുമീൻ, കടൽ മീൻ കൂടുതൽ കഴിക്കുന്ന നമ്മള് കേരളത്തിലുള്ളവരാണ് തോന്നുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം കൂടുതലും വളർത്തുമീനെ കണ്ടിട്ടുള്ളൂ. നോർത്തിലേക്കൊക്കെ ചെന്നാലും. മംഗലാപുരത്തുണ്ട്. ആ അപ്പൊ അങ്ങനെയാണ്. ഇത് കടൽ തീരം. ഇവിടെ അധികം ഈ പറയുന്ന പോലെ ഉണ്ട്, കുറവാ. ഇതിപ്പോ ഈ ഒഡീഷയുടെ ഈ സൈഡ് ഫുള്ള് കടൽ തീരമാണ്.
ഒരു പുള്ളർ വരുന്നു. ചെറിയൊരു ലോഡ്. ഇതാ കേട്ടോ, ട്രെയിനിന്റെ മറ്റേ ബോഗിയാ. അതോ? ഇവിടുത്തെ നാടൻ കടകളൊക്കെ ഇത്. ഇവിടെ ഉണക്കമീൻ മാർക്കറ്റാന്ന് തോന്നുന്നത്. ഇഷ്ടം പോലെ ഉണക്കമീൻ. ഇതെല്ലാം കടൽ മീനാട്ടോ. അത് പൊടിമീൻ. ഇതുണ്ട് ചെമ്മീൻ തന്നെ. എത്ര സൈസാണ്? ഇതിന്റെ മുളക് പൊടി ഇട്ടാണോ ചുവന്നിരിക്കുന്നത്? അല്ല അല്ല, ആ ചെമ്മീൻ ഇതുണ്ടോ? നമ്മുടെ അവിടെ ഉള്ള ഉണക്കമീൻ ഏതാ? പാമ്പാട ഉണ്ട്, പാമ്പാട, അയല കണ്ടോ, കുറിച്ചിയുണ്ട്. ഇത് മത്തിയല്ലേ? മത്തിയാണ്. ഒത്തിരി മീൻ കടകളുണ്ട് ഇങ്ങോട്ട്. ഇവിടെ ഇങ്ങോട്ട് ഇഷ്ടം പോലെ കടകളുണ്ട്. സൈഡ് മൊത്തം മീൻ കടയാണ്, ഉണക്ക മീൻ കടകളാണ്. അടുത്ത് കടലെന്താണ്ടാന്ന് തോന്നുന്നു. നല്ല കാറ്റ്. റൈറ്റ് സൈഡ് കടലാണല്ലോ. കുറച്ച് പച്ചമീൻ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് മേടിച്ചോണ്ട് പോയിരുന്നു. പച്ചമീനും കടൽ മീൻ കിട്ടാൻ പാടാ. ഇന്ന് അവിടെ മീനില്ലായിരുന്നു. ഇവിടെ ഇന്ന് കടലിൽ പോവുകയല്ലാത്ത ദിവസമാണ്. അങ്ങനെ എന്തോ ഇതുണ്ടായിരുന്നു. ഞാനേ വിളിച്ചപ്പോ അച്ഛനോട് പറഞ്ഞായിരുന്നു, ഇച്ചിരി പച്ചമീൻ കിട്ടുകയാണെങ്കിൽ മേടിച്ച് വെച്ചേക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അച്ഛൻ പറഞ്ഞായിരുന്നു മേടിക്കാൻ പോയിട്ട് കിട്ടിയില്ല. ഇന്ന് അവര് കടലിൽ പോകാത്ത ദിവസമാണ്. പക്ഷെ ഇവിടെ ഇരിപ്പുണ്ട്, തരാന്ന് പറഞ്ഞായിരുന്നു. മറന്നുപോയി. അച്ഛനും മറന്നുപോയി, നമ്മളും മറന്നുപോയി. ഈ ഒഡീഷയുടെ പഴയ പേരാണ് ഒറീസ. അച്ഛൻ പറഞ്ഞേ ഇന്നലെ ഇവിടെ നല്ല തകർപ്പൻ മഴയായിരുന്നു. ഇന്നും പെയ്യുന്ന ഒരു സാധ്യതയുണ്ട് പെയ്യാന്. അവിടെ ചൂട് കുറവുണ്ട്. ആണ്ടോ, ഇതെല്ലാം ട്രെയിനിന്റെ ബോഗികളായി കൊണ്ടുപോകുന്നത്. ഉർവശിയും തിലോത്തമയൊക്കെ എവിടെ? നല്ല മഴക്കാറുണ്ട്. ഇന്നും മഴ പെയ്യും. ദീദിമാരൊക്കെ പാടത്ത് പണിയുന്നു. ഇങ്ങോട്ട് തന്നെയാണല്ലോ. ആന്ധ്രയിലെ അത്രയും ചൂടില്ല, കേരളത്തിലെ അത്രയും ചൂടില്ല. കേരളത്തിലെ അത്രയും ചൂട് ആന്ധ്രയിലും ഇല്ലായിരുന്നു. എന്റെ പൊന്നോ, ഇതുണ്ട്. ഇത് ചിറ്റീന്തായി നിൽക്കുന്നത്, പഴക്കാറായി നിൽക്കുക. ചിറ്റീന്ത് അതിന്റെ കായ. അത് ഈന്തങ്ങ. മറ്റേ ഈന്തപ്പഴം അല്ല കേട്ടോ. ആ ഈന്തപ്പഴം അല്ല, ഇത് വേറെയാ. ഒറീസ ആയിരുന്നു ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ. ഇത് OR, ഇപ്പം OD. ഒഡീഷയിലെ മലനിരകളൊക്കെ ഉണ്ടോ, നല്ല പച്ചപ്പാ. ഇങ്ങോട്ട് വലിയ ഉണക്കൊന്നും ആയിട്ടില്ല. ഇടയ്ക്ക് മഴയൊക്കെ പെയ്തു. തമിഴ്നാട് ഹോട്ടൽ ഫ്ലൈ ഓവർ വന്നുകൊണ്ട് അവരുടെ കച്ചവടം പോയി. നേരത്തെ ലോറിക്കാരൊക്കെ തമിഴ്നാട് വണ്ടികൾ കയറുന്ന കടയായിരിക്കും അത്. ഇപ്പൊ നമ്മൾ ചെന്നൈ കൊൽക്കത്ത ഹൈവേയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഹൈവേയിലെ ഒരേ ഒരു ചെറിയൊരു ഘാട്ടാണ് നമ്മളിനി കയറാൻ പോകുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ചെറിയ കയറ്റമുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുവിധം നല്ല കയറ്റം. ഇതാണ് വണ്ടി കയറി വരുന്നുണ്ടോ. അങ്ങ് കാണുന്നതാണ് ചിൽക്ക ലേക്ക്. അതല്ല, അങ്ങ് കാണുന്നത്. ഈ ആദ്യം കാണുന്ന വെള്ളമല്ല, അതിന്റെ അപ്പുറം കണ്ടോ? അത് കണ്ടോ? കടല് പോലെ കണ്ടോ? അത് ചിൽക്ക ലേക്കാ. ഏഷ്യയിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകമാണ്. ഈ നിരപ്പ് വഴി വന്നിട്ടേ ഈ കയറ്റം കയറി വലിയൊരു ഇറക്കവും വളവും. ഇവിടെ എപ്പോഴും വണ്ടികൾ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമാണ്. പണ്ട് ഈ ഘാട്ടിലൊക്കെ കള്ളന്മാരുണ്ടായിരുന്ന സ്ഥലമാണ്. വണ്ടിയുടെ പുറകെ കയറി കയറും പടുതയൊക്കെ കണ്ടിച്ച് ലോഡൊക്കെ എടുത്തോണ്ട് പോകുമായിരുന്നു. ഘാട്ടിറങ്ങി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ചെറിയൊരു ഘാട്ടായുള്ളൂ, ചെറിയ ചുരം. വാഗപ്പൂ നിൽക്കുന്നുണ്ട്. ഇതുണ്ട്, അതിൽ ഒറ്റ ഇല പോലും ഇല്ല. ബാലാസോർ 301, കൽക്കത്ത 559, ഭുവനേശ്വർ 105, കട്ടക്ക് 125. ഇത് ഒരു ചെറിയൊരു ലോഡ്. 2 പിള്ളേരാണ് കിടക്കുന്നത് കേട്ടോ. 2 ലോഡാണ്, 2 വണ്ടിയല്ല. ഗുരുദ്വാര സത്സംഗ്. നമ്മളിപ്പം സഞ്ചരിക്കുന്നത് ചിൽക്ക ലേക്കിന്റെ സൈഡിൽ കൂടെ കുറേ ദൂരം. നമ്മുടെ ഈ റൈറ്റ് സൈഡ് ചിൽക്ക ലേക്കാണ്, നമ്മുടെ ഈ വലത്ത് സൈഡിലാണ് ചിൽക്ക ലേക്ക്. അപ്പോൾ നമ്മൾ ഈ ഹൈവേയിൽ കുറേ ദൂരം ചിൽക്ക ലേക്കിന്റെ സൈഡിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഈ ചിൽക്ക ലേക്കിന് ഏകദേശം ഒരു 65 കിലോമീറ്ററോളം നീളമുണ്ട്. അതുപോലെ തന്നെ വീതി ചില സ്ഥലത്ത് 5 കിലോമീറ്ററും ചില സ്ഥലത്ത് 18 കിലോമീറ്റർ വരെ വീതിയുള്ള സ്ഥലങ്ങളുണ്ട്. പുരി, ഗോർധ, ഗഞ്ച് എന്നീ 3 ഡിസ്ട്രിക്റ്റുകളായിട്ടാണ് ഈ ചിൽക്ക ലേക്ക് വ്യാപിച്ചു കിടക്കുന്നത്. പിന്നെ നമ്മൾ നവംബർ ഡിസംബറിലൊക്കെ വരുവാണെങ്കിൽ ഇഷ്ടംപോലെ ദേശാടന പക്ഷികളെ കാണാം. ചിൽക്ക ലേക്കിൽ ബോട്ടിങ്ങിനൊക്കെ പോകാം. അതുപോലെ തന്നെ ഡോൾഫിനെയൊക്കെ കാണാം. സൈഡിലേക്ക് നോക്കി, എന്നാ പച്ചപ്പാന്ന് നോക്കി. ഈസ്റ്റേൺ ഗാർഡ്സ് ആയി കാണുന്നത്. ഈ ഒഡീഷ മുതൽ തമിഴ്നാട് വരെ വ്യാപിച്ചു കിടക്കുന്ന തുടർച്ചയില്ലാത്ത മലനിരകളാണ് ഈസ്റ്റേൺ ഗാർഡ്സ്. അതൊക്കെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകൾ. അതെ, നല്ല അടിപൊളി മലകൾ. ഇതിവിടെ എന്ന് പറഞ്ഞാലേ നമ്മൾ ആന്ധ്രയിലൊക്കെ കാണത്തില്ലേ, നിരപ്പ് വഴിയാണല്ലോ അകലെ ഓരോ മലകൾ. ഈ വെസ്റ്റേൺ ഗാർഡ്സ് ഗുജറാത്ത് മുതൽ നമ്മുടെ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ്. ഇതുണ്ടോ, ഇത് മറ്റേ മീൻ വണ്ടിയാ, മീൻ കൊണ്ടുപോകുന്ന വെള്ളം. ഇങ്ങനെ എനിക്കൊന്ന് വെള്ളം ഇത് തന്നെ വീണ്ടും ഇങ്ങനെ
ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കാൻ തോന്നുന്നു. ഫിൽട്ടർ ചെയ്യല്ല, അതിന് വേറെ എന്താന്നാ പറയുന്നത്. കണ്ടോ, ഈ വെള്ളം തന്നെ സൈക്കിൾ ചെയ്ത് വന്നോണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ ഹമ്പ് ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരു 2 എണ്ണം, അതേ അപ്പുറം ഒരു 20 മീറ്റർ അകലെ കാണും, അടുത്ത 2 എണ്ണം. ഈ ക്ഷേത്രം ഇവിടെ ഉള്ളതുകൊണ്ടായിരിക്കും ഇവിടെ ഹമ്പ് വെച്ചേക്കുന്നത്. ഇത് ഇവിടെ ഉണ്ട് വീണ്ടും. എത്ര ഹമ്പ അല്ലേ? ആ, നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇവിടുത്തെ ക്ഷേത്രങ്ങളുണ്ടോ വേറൊരു ഡിസൈൻ അല്ലേ? കളർഫുൾ ആട്ടോ. ഡീസൽ അടിക്കണ കയറിക്കോ, പമ്പിലേക്ക് കയറിക്കോ. എന്നാ പറഞ്ഞേ? ഡീസൽ ഇല്ല. ചില പമ്പുകളിലൊക്കെ ഡീസലിന് ഷോർട്ടേജ് ഉണ്ട്. അല്ല, അങ്ങനെ വഴിയിൽ എല്ലായിടത്തും കിട്ടാതെ വരുന്നില്ല. ചെറിയ പമ്പുകളിലൊന്നുമില്ല, വലിയ പമ്പുകളിലൊക്കെ ഉണ്ട്. ഇത് വേറൊരു അമ്പലം, വേറൊരു ഡിസൈൻ. അതെ, നല്ല മോഡലുണ്ട്. മിക്കവാറും ഓടിക്കണോ? ആ, ഇവിടെയൊക്കെ ഞാറ് നട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പാടമുണ്ട്. അല്ലല്ലേ, സന്ധ്യ ആയതുകൊണ്ട് തോന്നുന്ന. ഞാനൊന്നും നട്ടിട്ടില്ല, എല്ലാം കഴിഞ്ഞു. സത്യമായിട്ട് തോന്നുന്നു. കൊയ്ത്ത് കഴിഞ്ഞ പാടവാ. അതെ, കണ്ണാടി എടുത്തു പോയി. കണ്ണാടി അപ്പോൾ നമ്മൾ ഡീസൽ അടിക്കാൻ കയറിയ ഇവിടെ 92 രൂപ 92 പൈസ. 92 രൂപ 92 പൈസ. ഫാൻസി നമ്പറാ, ഫാൻസി നമ്പറാ. നല്ല തകർപ്പൻ മഴയും കാറ്റും. എന്നാ കാറ്റാന്ന് നോക്കി. വണ്ടിയെ കാറ്റ് പിടിക്കുന്നുണ്ട് കേട്ടോ. നല്ല കാറ്റുണ്ട്. വേനൽമഴയായിരിക്കും. വേനൽമഴയായിരിക്കും. പക്ഷെ ഒഡീഷയിലെ മഴ എന്ന് പറഞ്ഞാൽ മോശം മഴയല്ല, ഭയങ്കര മഴയാ. ആ, എന്നാളത്തെ മഴ ഓർക്കുന്നുണ്ടോ? നമ്മള് എവിടെ ഇപ്പൊ റൂർക്കല പോയപ്പോ മഴ പെയ്തോണ്ട് നമ്മുടെ മരത്തേക്കൊക്കെ നല്ലതായിരിക്കും. വഴി കാണത്തില്ലേ ഇപ്പൊ? ആ, തകർപ്പൻ മഴ കേട്ടോ. അവിടെ ആകാശം മുന്നേ അല്ലേ? ആകാശം എനിക്ക് തോന്നുന്നു നമ്മളെക്കാട്ടിൽ ഒരു 10-50-60 കിലോമീറ്റർ മുന്നല്ല. അവിടെയും ഭയങ്കര മഴയാന്ന് പറഞ്ഞു. മഴയും നല്ല ഇടിവാളും ഉണ്ട്. ആ, ഏതൊക്കെയായാലും സൂര്യ ഒഡീഷ വന്നിട്ട് അടുത്ത എന്നാ എന്താണല്ലോ ഒഡീഷ വന്നപ്പം പുതിയ പുതിയ അനുഭവങ്ങളല്ലേ? അതെ അതെ. സൂര്യ, നമ്മുടെ മഴ എങ്ങനെയുണ്ട് ഒഡീഷയിലെ? അടിപൊളി മഴ, മഴയും കാറ്റും. കാറ്റും ഇടിമിന്നലും. എന്നാ പെരും മഴയാണ്. കൊതിയാവുക. ഇറങ്ങണോ? നാട്ടിലിങ്ങനെ ഒരു മഴ പെയ്തെങ്കിലോ. നാട്ടിലൊക്കെ പെയ്തു, മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്ക്, എന്നാലും ചൂട് കുറഞ്ഞിട്ടില്ല. പക്ഷെ ഇങ്ങനത്തെ മഴ പെയ്യുന്നില്ല, ഇത്രയും നല്ലൊരു മഴയും കാറ്റും. ഇതിവിടെ ഒരു വൈപ്പർ പിടിപ്പിക്കേണ്ടി വരുന്നു. അകത്ത് വൈപ്പറല്ലേ? ഇതിനകത്ത് സാധാരണ ഇങ്ങനെ ഇത് പിടിക്കുന്നതല്ല. ഇതെന്നാ പ്രശ്നം എന്ന് ചോദിച്ചാൽ അകത്ത് ചൂടുള്ളതുകൊണ്ടാണ് ഇതുപോലെ നിശ്ച പിടിക്കുന്നത്. മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. OSRTC, ഒഡീഷ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. കടുങ്കാപ്പി റെഡി. ബാലൻസ് ചെയ്ത് നിന്നോണം. അതെ, അച്ഛമ്മക്ക് 1/2 ഗ്ലാസ് കടുങ്കാപ്പി മതി എന്നാ പറഞ്ഞു. കുറച്ച് ഭുവനേശ്വർ എടുക്കാറായി. മഴയൊക്കെ ഇച്ചിരി ഒന്ന് കുറഞ്ഞു. ഭുവനേശ്വർ ഒഡീഷയുടെ തലസ്ഥാനമാണ്. ഇവിടെ ആണെങ്കിലും ഭുവനേശ്വറൊക്കെ നമ്മൾ ഈ ഫ്ലൈ ഓവറിൽ കൂടെ മുകളിൽ കൂടെ അങ്ങ് പോവാ. ടൗണിലൊന്നും കയറുന്നില്ല. ടൗണൊക്കെ അടിയിൽ. വണ്ടി ഓടിക്കാൻ ആള് വേണോ? വണ്ടി ഓടിക്കാൻ ആളുണ്ടെങ്കിൽ പോരെ, ഞാൻ വേണേ കിടന്ന് ഉറങ്ങാം. ആണോ? ഇനി എവിടെയെങ്കിലും കഴിക്കാൻ നിർത്തുമ്പം ഷിഫ്റ്റ് ചേഞ്ച് ആക്കാം. ഈ കട്ടക്കും ഭുവനേശ്വറും അടുത്തടുത്താ, 20 കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളൂ. നേരത്തെ ഒഡീഷയുടെ തലസ്ഥാനം കട്ടക്കായിരുന്നു, ഇപ്പം ഭുവനേശ്വറാണ്. ഈ സൂര്യ, ഇവിടെ ഈ ഭുവനേശ്വറിൽ നിന്ന് 10-30 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ പുരി ജഗന്നാഥ ക്ഷേത്രം. ഇപ്പൊ ബാക്ക് സൈഡിൽ നിന്നും പോയാൽ നമ്മൾ വന്ന വഴിയിൽ നിന്നും പോകാൻ തിരിഞ്ഞു പോയായിരുന്നു. റൈറ്റിലേക്ക് ഹൈവേ ഒരു 30 കിലോമീറ്റർ പോയാൽ പുരി ജഗന്നാഥ ക്ഷേത്രമാണ്. അതേപോലെ തന്നെ പിന്നെ അവിടെ നിന്ന് ഒരു കുറച്ച് ദൂരം പോയാൽ കൊണാർക്ക് സൂര്യക്ഷേത്രം. അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്. എത്ര ബസ്സുകളാണ് കിടക്കുന്നത് നോക്കി. ഇത് ഇവിടുത്തെ വലിയൊരു ബസ് സ്റ്റാൻഡാ. BSI BT എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാന്ന് നോക്കിയേ. അതിന്റെ ഫുൾ ഫോം ബാബാ സാഹിബ് ഭീംറാവു അംബേദ്കർ ബസ് ടെർമിനൽ. നമുക്കേ പോകുന്ന വഴിക്ക് ഫറാക്ക ഇല്ലേ? ഫറാക്ക ബാരേജ്. അതിലേ പോണ്ടേ. ഈ തവണ പ്രിപ്പറേഷൻ ആയിട്ടാ. വണ്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, കിടക്കാൻ ബെഡുണ്ട്, വാഷ്റൂമിൽ പോകാനാണെ ബാത്റൂമിൽ കൂടെ. അതുകൊണ്ട് കുഴപ്പമില്ല. അതെ, കഴിഞ്ഞ തവണ 13 മണിക്കൂറോളം വെച്ച് അവിടെ പെട്ടുപോയി. ഈ തവണ എന്തായാലും കുഴപ്പമില്ല. ചിലപ്പം ബ്ലോക്ക് കിട്ടുകയല്ലേ, പറയാൻ പറ്റില്ല.
ബസ്സിനകത്ത് വെട്ടം കണ്ടോ, നീല കളർ. ഇതുണ്ടോ ഇപ്പൊ ഈ നമ്മള് പോകുന്ന എലിവേറ്റഡ് ഹൈവേയാ, ഇതിനടിയിലെ ഭുവനേശ്വർ ടൗണാ. അപ്പുറം എല്ലാം അങ്ങനെ തന്നെയാ, നമ്മള് മുകളിൽ കൂടെ അങ്ങ് പോവാ. ഇവിടുന്ന് ഇത്ര അങ്ങനെ തിരക്കൊന്നും വരാറുള്ളതല്ല. ഇതിപ്പോ ഈ മഴ കഴിഞ്ഞുള്ള ഒരു തിരക്കാ. മഴയത്ത് വണ്ടി ഇല്ലായിരുന്നല്ലോ റോഡില്. ആകാശം ഏതൊക്കെയാലും നേരത്തെ പോയണ്ടേ അവിടെ പോയി കിടന്ന് ഒരു 2-3 മണിക്കൂർ ഉറങ്ങാന്ന് പറഞ്ഞു. നമ്മളെക്കാട്ടിൽ എനിക്ക് തോന്നുന്ന കൊന്നി ഒരു കുറച്ചുകൂടെ ഉള്ളൂ, ഒരു 10-20-30 കിലോമീറ്റർ മുന്നേ കാണും. അച്ഛക്ക് വണ്ടി ഓടിക്കണോന്നല്ലേ പറഞ്ഞേ? ഓടിക്കണം. ഓടിച്ചു. ഇവിടെ നിർത്തി അങ്ങനെ അത് എന്തായാലും അനങ്ങുന്നില്ല. ഞാൻ ഇവിടെ അങ്ങ് ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്താം, എന്നിട്ട് ഞാൻ ഇവിടുന്ന് കഴിഞ്ഞിട്ട് അങ്ങ് പൊക്കോളാം. ഓടിക്കാം. എന്താണേലും മഴ പെയ്തുകൊണ്ട് ചൂടെല്ലാം മാറി ചെറിയ തണുപ്പായി. മഴ കാരണം കനത്ത ബ്ലോക്കാണല്ലോ. മഴ കാരണം ആയിരിക്കും. അവിടുന്ന് 3 ലൈൻ വന്നിട്ട് ഇവിടെ 2 ലൈൻ ആകുക, അതിൻ്റെ ആയിരുന്നു ഇത്രയും ബ്ലോക്ക്. ഈ മഴ കഴിഞ്ഞുകൊണ്ട് വണ്ടി നല്ല തിരക്കുണ്ടായിരുന്നു. ഉള്ള വണ്ടികളെല്ലാം ഒരുമിച്ച് വന്നു. ക്വാക്കായി ബ്രിഡ്ജായത്, ക്വാക്കായി റിവറിന്റെ മുകളിലൂടെയുള്ള ഒരു ബ്രിഡ്ജാ. അത് പഴയ പാലം. അതല്ല, അത് പുതിയ പാലം. നമ്മൾ പഴയ പാലത്തെ കൂടെയാണ് പോകുന്നത്. എല്ലായിടത്തും പോകുന്ന വഴി ഞാനെങ്കിൽ പോന്നു. അല്ല, അത് 2 പാലം ഉണ്ട്. ഒന്ന് പഴയതും ഒന്ന് പുതിയതുമാണ്. വെള്ളമുണ്ട് കേട്ടോ നദിയില്ലേ. ഉണ്ടോ ഇതേ ഇങ്ങോട്ട് വന്നപ്പോ ഒരു തിരക്കുമില്ല. ആ വണ്ടികളെല്ലാം ടൗണിലേക്ക് പോകേണ്ട വണ്ടികൾ, കാറുകളല്ലായിരുന്നോ കൂടുതൽ. കട്ടക്ക് 13 കിലോമീറ്റർ. കൊൽക്കട്ടക്ക് ഇനി 426 കിലോമീറ്റർ ഉള്ളല്ലേ? ഇന്നലെ 1070 കിലോമീറ്റർ. 1500 ആയിരുന്നു രാവിലെ. അത് വല്ല തെറ്റായിരിക്കും. ഒരു തെറ്റുമല്ല അല്ലേ? രാവിലെ അല്ല, തിരുപ്പതി നമ്മൾ ഇങ്ങോട്ട് കഴിഞ്ഞ് വന്നപ്പോ 1500 കിലോമീറ്റർ ആയിരുന്നു. രാത്രി അല്ല, നാളെ രാവിലത്തേക്ക് കൊൽക്കട്ട ചെല്ലാൻ പറ്റുമോ? കണ്ടിന്യൂസ് ഓടാൻ രാവിലെ ഇല്ല. ഞാൻ രാത്രി ഇരുന്ന് ഓടിക്കും. ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ഉഴപ്പാ കേട്ടോ. ഇന്നലെ രാത്രി അമ്മ 3 മണി വരെയാണ് ഓടിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ ഓടിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ സുഖമായിട്ടൊരു 8-9 മണി 10 മണി വരെയും പോയേനെ. അപ്പൊ ആകാശേട്ടൻ പറഞ്ഞു ഉറക്കം വരുന്നെന്ന് പറഞ്ഞു. അതാ പറഞ്ഞ എല്ലാരും ഉഴപ്പാ, സമ്മതിക്കില്ല. നമ്മള് കഥജോടി നദിയാണ് ക്രോസ് ചെയ്യുന്നത്. ഇതും മഹാനദിയുടെ ഒരു പോഷക നദിയാ. റെയിൽവേ ലൈനാ. അതുകൊണ്ട് ഒരു ട്രെയിൻ ആ പാളത്തിലുണ്ട്, നിർത്തിയിട്ടേക്കാ. മഴക്കാലം ആകുമ്പോ ഈ നദിയിലൊക്കെ എന്നാ വെള്ളമായിരിക്കും. റെയിലേ പോകാൻ തന്നെ പേടി തോന്നുന്നു. ഒഡീഷയിലെ ഏറ്റവും വലിയ നദിയാ ഇത്. മഴക്കാലത്ത് നമ്മൾ ഈ പാലത്തേക്കൂടെ വരണം നദിയിലെ വെള്ളം കാണണമെങ്കിൽ. വൈകിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ വേണോ? ചെറുതായിട്ട് എന്തെങ്കിലും വേണം. ഈ കട്ടക്കിനും ഭുവനേശ്വറിനും ഇടയ്ക്ക് ഒരു 3-4 വലിയ നദികളുണ്ട്. എന്ത് പാലങ്ങളാണ് ഇത്. കണ്ടോ, ടൂറ് പോയ ആൾക്കാർ അവർ ഫുഡ് വെച്ച് കഴിക്കാൻ തുടങ്ങാൻ പോയി. അവർ ഫുഡൊക്കെ നേരത്തെ ഉണ്ടാക്കി വണ്ടിയെ വെച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ എല്ലാവരും കൂടെ കഴിക്കുക. ആന്ധ്ര വണ്ടി കേട്ടോ. അപ്പോൾ അതെ 66 നേരത്തെ ഇവിടെ വന്ന് ആകാശം കിടന്ന് ഉറക്കമായിരിക്കും. ഒരു കാര്യം ചെയ്യാൻ മതി, കഴിക്കാനുള്ള വല്ലതും സെറ്റാക്കിയിട്ട് വിളിച്ചാൽ മതി. അപ്പോഴേ നമുക്കിനി എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് പതുക്കെ അങ്ങ് പോവാം. അപ്പം വൈകിട്ട് ബ്രെഡ് ഓംലെറ്റും പിന്നെ കുറച്ച് കഞ്ഞി ഇരിപ്പുണ്ട് അല്ലേ? കഞ്ഞി അച്ചാറും ഉണ്ട്, ബ്രെഡ് ഓംലെറ്റും ഉണ്ട്. അതെ, അതുപോലെ മതി ധാരാളം. ഡാമിക്ക് ഇച്ചിരി മുട്ട പൊരിച്ച് ആദ്യമേ തന്നെ ഇച്ചിരി കഞ്ഞി കൊടുക്കാം. അതെ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ടാ, പക്ഷെ അവിടെ പെയ്ത് അത്രയും മഴ പെയ്തില്ലെന്ന് തോന്നുന്നു. എന്റെ പൊന്നു കേട്ടോ, ഞാൻ ഓർത്ത് വണ്ടിയും കൊണ്ട് ഞാൻ വല്ല പൊക്കക്കകത്തും പോയിരുന്നു. എന്നാ കാറ്റാ അടിക്കുന്നത്. വണ്ടിക്കകത്താണ് ഞാൻ മാത്രം, ഒറ്റയ്ക്ക് കയറാൻ ഞാൻ മാത്രല്ലേ കാണുന്നുള്ളൂ. എനിക്കാണ് പേടിച്ചിട്ട് വണ്ടി ഇട്ടിട്ട് പോണോന്നുണ്ട്. നല്ല മിന്നൽ ഫ്രണ്ടിലോട്ടും കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്നതാ ചുമ്മാ ഇതല്ല, ഇതാണെങ്കിൽ നീരെ മഞ്ഞ് ഏതാണ്ടൊക്കെ കിടന്നുകൊണ്ട് ഒരു കളറിൽ അടിയാ. വേറെ എവിടെയാണെന്ന് സമ്മതിക്കുക, ആ 1 കിലോമീറ്റർ നീളമുള്ള ഭാഗത്താണ് അടിക്കുന്നത്. കറക്റ്റ് എന്റെ മുഖത്ത് ഞാൻ തന്നെ ഇരിക്കുക, മുഖത്ത് ചോരയില്ല. ഹൈവേയുടെ തൊട്ടടുത്തൂടെ ട്രെയിൻ പോന്നു. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അതെ, അച്ഛമ്മയും മുത്തുമൊക്കെ കിടക്കാനായിട്ട് പോയി. ദാമക്കുട്ടി അവിടെ ഒരുങ്ങുന്നു കിടക്കാനൊക്കെ ആയിട്ട്. എടുക്കുമല്ലേ? വേഗം. എടുത്തോ. അപ്പോൾ എന്നാ ഞാൻ ഇത് ഓടിക്കാം കുറച്ചു നേരം. എടുത്തോ. ഇവിടെ ഇനി കുറച്ച് ദൂരം NH-16 വഴി ഇച്ചിരി മോശമാണ്. പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇതുവരെ വളരെ ഇഴഞ്ഞാണ് നീങ്ങുന്നത് ഇവിടുത്തെ പണികൾ. ഒരു ഫ്ലാറ്റ് ബെഡ്
ട്രെയിലർ പോകുന്നത് കേട്ടോ. ആ ടിപ്പർ ഇല്ലേ, അതാ വലിയ ഖനികളിലൊക്കെ ഓടുന്ന വണ്ടിയാണ് അത്. നമ്മളിങ്ങനെ പോകുമ്പോ എത്ര വണ്ടി കണ്ടിട്ടുണ്ടല്ലേ? അതെ, അതിന് ടിപ്പറില്ല, ഡംബർ എന്ന് പറയും. ആ വലിയ വണ്ടിയല്ലോ, ഭയങ്കര വീതിയും ഒക്കെ കണ്ടില്ലേ. നിങ്ങൾ രണ്ടോടെ വേണേ കിടന്നോ, ഞാൻ ഓടിച്ചോളാം കുറച്ച്.